തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരിക്കായി തിരച്ചിൽ 17 മണിക്കൂർ പിന്നിട്ടു. ഓൾ സെയിൻസ് കോളേജിന് സമീപം ഉറങ്ങിക്കിടന്ന ബീഹാർ സ്വദേശികളുടെ മകൾ മേരിയെയാണ് പുലർച്ചെ കാണാതായത്. ബൈക്കിലെത്തിയ ആൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും മൊഴി. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കാണാതായ സംഭവത്തിൽ നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബ്രഹ്മോസിന് സമീപത്ത് രാത്രി 12-ന് ശേഷം ബൈക്കിൽ പോയ 2 പേർക്കിടയിൽ കുട്ടിയുള്ളതായി സംശയം. കുട്ടിയെ കാണാതായതിന് സമീപത്തു നിന്നാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. മാതാപിതാക്കളുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്ന് പോലീസ് പറയുന്നു. കുട്ടിയുടെ മാതാവുമായി പോലീസ് സംഭവസ്ഥലത്തെത്തി വീണ്ടും വിവരങ്ങൾ ശേഖരിച്ചു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, കുട്ടിയെ കാണാതായി ഇപ്പോൾ 16 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. പോലീസ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുത്തുന്നുണ്ടോ? ഒപ്പം തന്നെ കുട്ടിയുടെ അമ്മയും സഹോദരങ്ങളും പറയുന്ന കാര്യത്തിൽ ചില അവ്യക്തതയുണ്ടെന്നും പോലീസ് പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ അവ്യക്തത? പ്രവിധ ആശങ്കയുടെ മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വയസ്സുകാരിയെ കാണാതായിട്ട് 17 മണിക്കൂർ പിന്നിടുകയാണ്. പക്ഷേ അന്വേഷണം ഇതുവരെയും ഒരു ദിശയിലേക്കും എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണം തുടങ്ങിയ ആ ഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ അതേ സ്ഥലത്ത് തന്നെയാണ് പോലീസ് ഇപ്പോഴും നിൽക്കുന്നത്. CCTV അടക്കം കേന്ദ്രീകരിച്ചെങ്കിലും കൃത്യമായൊരു വഴിത്തിരിവിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അന്വേഷണം തുടരുന്നു എന്നുള്ള ഒറ്റ വിശദീകരണം മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. CCTV കേന്ദ്രീകരിച്ചും ഒപ്പം കുട്ടിയുടെ മാതാപിതാക്കൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. നേരത്തെ അല്പസമയം മുമ്പ് ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കുട്ടിയുടെ മാതാവിനെ സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് മാതാവിനെ ആ സ്ഥലത്ത് എത്തിച്ചത്. അവിടെ നിന്ന് ഈ കുട്ടിയുടെ വസ്ത്രങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ ഏതെങ്കിലും തരത്തിൽ തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ടുണ്ടോ എന്ന് സാധൂകരിക്കുന്നു, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന തെളിവുകളിലേക്കും, അല്ലെങ്കിൽ ആ ഒരു തെളിവുകളും അന്വേഷണ സംഘത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നു പോകുന്നത്. കാരണം 17 മണിക്കൂർ പിന്നിടുമ്പോഴും ഈ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മാതാപിതാക്കളുടെ മൊഴി സാധൂകരിക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഈ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുവെങ്കിലും ഈ ഒരു കാര്യത്തിലും കൃത്യമായൊരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടിയുടെ സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം അന്വേഷണം തുടങ്ങിയത്. ആ ഘട്ടത്തിൽ ഒരു മഞ്ഞ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു. പക്ഷേ ആ സമയങ്ങളിൽ, ഈ കാണാതെ പോയി എന്ന് പറയുന്ന സമയങ്ങളിൽ മഞ്ഞ സ്കൂട്ടറുകൾ കേന്ദ്രീകരിച്ച് CCTV അടക്കം പരിശോധിച്ചെങ്കിലും അത്തരത്തിലൊരു വാഹനം ഒരു CCTVയിലും നിന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സംശയം അടക്കം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ CCTVകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ലഭിക്കുമോ എന്നതായിരുന്നു. നേരത്തെ ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് ഒരു CCTVയിൽ ചില സംശയങ്ങൾ തോന്നിയിരുന്നു. കാരണം 2 പേർ ബൈക്കിൽ യാത്ര ചെയ്യുന്നു. ആ 2 പേർക്കിടയിൽ ഒരു കുട്ടിയുണ്ടോ എന്ന സംശയം പോലീസിന് ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധൂകരിക്കുന്ന, അത് സ്ഥിരീകരിക്കുന്ന ഒരു തെളിവുകളും പിന്നീട് പോലീസിന് ലഭിച്ചില്ല. ഈഞ്ചയ്ക്കലുള്ള ഒരു വ്യക്തി കുട്ടിയെ രാത്രി സമയത്ത് ബൈക്കിൽ കൊണ്ടുപോകുന്നത് കണ്ടുവെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇദ്ദേഹത്തെയും കൊണ്ട് പല CCTVകളും പരിശോധിച്ചുവെങ്കിലും അതും ആ ഒരു സംശയവും കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതിസന്ധി ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ട്. മാത്രമല്ല 3 ടീമുകളായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. പക്ഷേ ഈ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അതും ഒരു സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ മാതാപിതാക്കൾ രാവിലെ മുതൽ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലൂടെ ഇവരെ ബന്ധുക്കളെ അടക്കം വിളിച്ചു വരുത്തി പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ നൽകുന്ന മൊഴിയിലടക്കം ചില പരസ്പര പൊരുത്തക്കേടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളടക്കം പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം പറയുന്നത്. പക്ഷേ ഈ കേസിനെ മുന്നോട്ട് പോകുന്നതിന് കൃത്യമായൊരു തെളിവ്, അല്ലെങ്കിൽ അതിലേക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്ന യാതൊരു തരത്തിലുള്ള സൂചനകളും ഒന്നും തന്നെ പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 17 മണിക്കൂർ പിന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അന്വേഷണം, ശരിയായ ഒരു കേസിലൊരു നിർണായകമായ ഒരു വഴിത്തിരിവ് വേണ്ടുന്ന ഒരു സമയം കൂടിയാണിത്. പക്ഷേ അത്തരത്തിലൊരു നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇതുവരെയും അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മാതാപിതാക്കൾ ഇപ്പോഴും സ്റ്റേഷനിൽ തുടരുകയാണ്. ഇവരെ അടക്കം ഇനിയും കൂടുതൽ ഇവരിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട്. ഇവരുടെ ബന്ധുക്കൾ മറ്റ് പല ഇടങ്ങളിലും ഉണ്ടായിരുന്നു. ഈ ബന്ധുക്കളെ അടക്കം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നടക്കം
ഇവരുടെ ബന്ധുക്കൾ രാവിലെയോടുകൂടി തന്നെ ഈ പേട്ടയിൽ എത്തിയിരുന്നു. അവരിൽ നിന്നടക്കം പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും സാധ്യമായ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ 2 വയസ്സുകാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഇപ്പോഴും പുരോഗമിക്കുന്നത്. പക്ഷേ ഒരു സുപ്രധാനമായ ഒരു നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കോ കുട്ടിയെ കണ്ടെത്തുന്നതിലേക്കോ നയിക്കുന്ന ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. പ്രവിധ. ശരി, MG പ്രതീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.